ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെയധികം സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ ഫുട്ബോളിൽ വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നതാണ്. ഒരുപാട് ആരാധകരുടെ നീണ്ടകാലത്തെ ആവശ്യങ്ങൾക്കും പ്രതിഷേധത്തിനുമാണ് ഇതോടെ ഫലം കാണാൻ പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ISL മാത്രമല്ല രണ്ടാം ഡിവിഷൻ ലീഗായ I ലീഗിലും വീഡിയോ റഫറിംഗ് സംവിധാനം ഏർപ്പെടുത്താനുള്ള പദ്ധതിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉള്ളത്. 2025-26 സീസൺ മുതലാണ് വീഡിയോ റഫറിംഗ് സംവിധാനം ഇന്ത്യൻ ഫുട്ബോളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ISL വീഡിയോ റഫറിംഗ് സംവിധാനം കൊണ്ടുവരണമെന്നത്. ഇന്ത്യൻ ഫുട്ബോളിൽ റഫറിമാർ വരുത്തുന്ന വലിയ പിഴവുകൾ ഒരുപാട് ചർച്ചയായതാണ്. കഴിഞ്ഞ സീസണിൽ ഈ സീസൺ മുതൽ വാർലൈറ്റ് ഏർപ്പെടുത്തുമെന്ന് AIFF മേധാവികൾ പറഞ്ഞിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കവും നടത്തുകയുണ്ടായില്ല. ഇതേ തുടർന്ന് ആരാധകർ പ്രതിഷേധമുയർത്തിയിരുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ കൃത്യമായി നടപ്പിൽ വരികയാണെങ്കിൽ അത് ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഇരട്ടി മധുരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിലെ രണ്ട് പ്രധാന ഡിവിഷൻ ലീഗുകളിൽ വീഡിയോ റഫറിംഗ് സംവിധാനം കൊണ്ടുവരുന്നത് ഫുട്ബോളിന്റെ വളർച്ചയ്ക്കും റഫറിമാരുടെ മികവ് ഉയർത്തുന്നതിനും കാരണമാകും. നിലവിൽ ISL റഫറിമാരുടെ പിഴവുകൾ കൊണ്ട് ഇന്ത്യയിലെ ആരാധകർ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇന്ത്യൻ ഫുട്ബോളിൽ വീഡിയോ റഫറിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിൽ ഒന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള പങ്ക് വലുതാണെന്ന കാര്യം വിസ്മരിക്കാൻ കഴിയില്ല. ISL റഫറിമാരുടെ പിഴവുകൾ വരുന്ന സമയത്തെല്ലാം അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉയർത്തിയിട്ടുള്ളത്. ആ പ്രതിഷേധം ഈ വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ AIFF-നെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.